എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി പ്ലസ്സിലായിരുന്നു. ഫുൾ ടൈം നല്ല മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഹൈ ഓപ്പണിംഗ് വന്നു, അതിനുശേഷം ഹൈയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, R1 ലെവലിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നു കണ്ടിട്ട്. നാളത്തെ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഹൈ അടിച്ച് കയറുന്നുണ്ടെന്ന്. ഇന്നലത്തെ ആ ഹൈയുടെ മുകളിൽ പോയി സ്റ്റേബിളായിട്ട് നിൽക്കുക, അതോ ക്ലോസിങ് വന്നാലും ഒരു അപ്പ് ട്രെൻഡ് നല്ലൊരു അപ്പ് മൂവ് പ്രതീക്ഷിക്കാം. ഒരു 25,600 റേഞ്ചിലോട്ടൊരു അപ്പ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റി വലിയ കാറ്റഗറിയിൽ ഒരു 0.28% ആണ് കയറി നിൽക്കുന്നത്. ഇതും ഇവിടുത്തെ നോക്കിയാൽ അറിയാം, ഒരു ഓപ്പണിംഗ് ഹൈ അത് ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിലും അത് ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് എടുക്കാൻ പോകുന്ന രീതിയിലുള്ള മൂവ്മെൻ്റ് അവിടെ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലത്തെ ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ആയെങ്കിൽ ചിലപ്പോൾ കുറച്ചൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുക. അല്ലെങ്കിൽ ഏത് സമയത്തും മാർക്കറ്റ് കുറച്ച് നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. ഇത് നോർമൽ എടുത്ത് ഇതിനകത്ത് 3 ലിമിറ്റഡ് നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. ബജാജ് കൺസ്യൂമർ തന്നിട്ടുണ്ടായിരുന്നു. LT ഫുഡ് തന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. LT ഫുഡ് ചാൻസ് ഇല്ലായിരുന്നു. ലാസ്റ്റ് ടൈമിൽ അത് പ്രീവിയസ് ഡേ ഹൈ അടിച്ചിരുന്നു. അതല്ല, ബജാജ് കൺസ്യൂമറിനകത്ത് നല്ല ചാൻസ് ആയിരുന്നു. നമുക്ക് ബജാജ് കൺസ്യൂമർ ഓപ്പണിങ്ങിൽ തന്നെ 2 ക്യാൻഡിൽ അത് പോയി. ഇവിടെ നോക്കി അറിയാം, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു. R1 അടിച്ചിട്ട് ഇവിടെ ഇറങ്ങി 213 നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 202 വരെ നല്ല പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊരു എത്ര 11:30 2 മണിക്കൂർ 2.5 മണിക്കൂർ തന്നെ നല്ല ഹെവി പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചാൻസ് തന്നത് മുകുന്ദ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയറാണ്. അതിനകത്ത് ഇറങ്ങിയതിന് ശേഷം വലിയൊരു ഹെവി മൂവ്മെൻറ്റ് തന്നില്ല, എന്നാലും നമുക്ക് മോശമല്ലാത്തൊരു പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇത് കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി, അതിനുശേഷം R1 പോയി. ഇവിടെ പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു വേണമെങ്കിൽ ഇവിടെ ഒരു ചാൻസ് എടുക്കാം. അതല്ല CPR വെച്ചിട്ടാണ് നമുക്ക് ഇവിടെയാണ് ചാൻസ്. 44 റേഞ്ചിൽ നിന്ന് നമുക്ക് 41 ആ റേഞ്ചിൽ തന്നെ നിന്ന് ഇത് ചെയ്യുമായിരുന്നു. അതിനുശേഷം നമുക്ക് ഈ തിത്താഗ്ര, ഡെലിവറി, L&T ഫൈനാൻസ് ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല ചാൻസ്. തിത്താഗ്ര എന്ന് പറയുന്ന ഷെയർ അത് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി R1 അടിക്കാതെ തിരിച്ചിറങ്ങി. ഇവിടെ 928-90 എന്നത് 916 വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം LTF എന്ന് L&T ഫൈനാൻസ് അത് ഹെവി മൂവ്മെൻ്റ് ഇല്ല, R1 റേഞ്ചിൽ പോയി 203 താഴോട്ട് ഇറങ്ങി. അതിനുശേഷം 199-80 റേഞ്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം F&O ഷെയർസാണ്. ഈ കാണിക്കുന്ന F&O ഷെയർസിലാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഹെവി മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുക. F&Oയിൽ നോർമൽ ഒരു 5% ഒക്കെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ നല്ല മൂവ്മെൻ്റ് ആണ്. ചില സമയത്തേ ഉള്ളൂ ചില ഷെയറുകൾ നല്ല രീതിയിൽ കയറിപ്പോകുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഈ 5% എന്നൊക്കെ പറയുന്ന നല്ല മൂവ്മെൻറ്റാണ്. ഇന്നലത്തെ ടോപ്പ് ഗെയിനേഴ്സാണ് ഈ എടുത്തേക്കുന്നത്. അപ്പോൾ ഡെലിവറി എന്ന ഷെയർ നമുക്കിവിടെയാണ് ചാൻസ്. ഇവിടെ 290 എന്നത് 384 വരെ തരുന്നുണ്ട്. വേറെ എങ്ങും നമുക്ക് ചാൻസ് വന്നിട്ടില്ല. പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ച് ചെയ്യുന്നവർക്ക് ചെറിയൊരു സ്കാൽപ്പിംഗ് 86 എന്ന 83 വരെ കിട്ടുന്നുണ്ട്. അതിനുശേഷം അംബുജ സിമെൻറ്റും ഓപ്പണിംഗ് ചാൻസ് ഇല്ല. ഹിന്ദ് പെട്രോയ്ക്കകത്തുണ്ടായിരുന്നു തോന്നുന്നു. ഹിന്ദ് പെട്രോളിന് ലെവലൊന്നും വന്നിട്ടില്ല.
യൂണിയൻ ബാങ്ക്, PPL ഫാർമ. PPL ഫാർമയ്ക്കകത്തുണ്ടായിരുന്നു, പക്ഷേങ്കിൽ മൂവ്മെൻ്റ് ഇല്ലായിരുന്നു. PPL ഫാർമ, പിരമൽ ഫാർമ. ഇതുണ്ടല്ലേ, ആ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. ഇവിടുന്ന് 202.70 201 ₹1 തരുന്നുള്ളൂ. പക്ഷേ നോക്കിയാൽ ആ ഒരു മൂവ്മെൻ്റ് ഉണ്ട്, പിടിച്ച് നിൽക്കുക. അപ്പോൾ അതിനകത്ത് വലിയ ചാൻസ് നമുക്കില്ലായിരുന്നു. എന്നാലും മോശമല്ലാത്ത രീതിയിൽ നമുക്ക് ചാൻസുകൾ ഷെയറുകൾ തന്നിട്ടുണ്ട്. നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നാളത്തേന് ഞാൻ ഇത്രയും ഷെയറുകളാണ് എടുത്തിട്ടുള്ളത്. അധികം ഷെയർ എടുത്തിട്ടില്ല. ജനറലായിട്ട് എടുത്തേക്കുന്നത് ഇപ്പം എഫാൻഡോ അല്ലാത്ത ഷെയറുകൾ എടുത്തിട്ടുള്ള ഈ 6 ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നല്ല ചാൻസുകൾ കിട്ടാൻ സാധ്യതയുള്ള ഷെയറുകളാണ് എല്ലാം. ഗ്ലോബൽ വെക്ട്, കിർലോസ്കർ ബ്രദേഴ്സ്. കിർലോസ്കർ ബ്രദേഴ്സിനകത്ത് അധികം ഇതെടുക്കരുത്, വോളിയത്തിൽ ട്രേഡ് ചെയ്യരുത്. അതിനകത്ത് നമ്മൾ നോക്കുകയും ചെയ്യാവോ. ജയ്ബാലാജിയൊക്കെ ഈ 6 പ്രീവിയസ് ഡേ ഹൈന്ന് ചാൻസ് വരാൻ സാധ്യതയുള്ള ഷെയറാണ്. നെറ്റ്വർക്ക് 18ഒക്കെ പെയ്ഡ് കോൾസിലൊക്കെ ഞാനിത് ഡെലിവറി കൊടുത്ത ഷെയറാണ്. നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അതിനകത്തൊക്കെ. നല്ല പ്രോഫിറ്റ് കുറേ പേരൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് കേട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാലാമീൻസിനകത്ത് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. അതല്ലേ പിന്നെ ഹെവി മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ R1 റേഞ്ച് കിട്ടിയാലും നല്ലതാണ്. ഫ്യൂച്ചറിൻ്റെ ഓപ്ഷനകത്ത് ഇന്നത്തെ ഹൈ ഗെയിനേഴ്സാണ് ഈ കാണുന്നത്. അതിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ഈ ഷെയറാണ്. ഇതല്ല MCX ഉണ്ട്, ഞാനത് വലിയ ഷെയറാണ്ട് എടുക്കാഞ്ഞതാണ്. അപ്പോൾ ടോപ്പിൽ കിടക്കുന്ന ഈ ഷെയറിനകത്തൊക്കെ നമുക്ക് നല്ല ചാൻസുകൾ പ്രതീക്ഷിക്കാം. എഫാൻഡോയിലുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ചാൻസ് തന്നാൽ നല്ല ചാൻസാണ്. പക്ഷേങ്കിൽ പിന്നീട് ഒരു ഹെവി മൂവ്മെൻറ്റ് താഴോട്ട് അങ്ങനെ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ഡെലിവറി നാളെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി ഈ R2 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങിയാൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. CSCക്കകത്ത് അതും ഈ R1 ലെവലിൽ നിന്നൊക്കെ നമുക്ക് ചാൻസ് പ്രതീക്ഷിക്കാം. മാക്സ് ഹെൽത്ത് അതിനകത്തും R1 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് കിട്ടുവാണെങ്കിൽ ഓക്കെയാണ്. കല്യാൺ ജ്വല്ലറി ശ്രദ്ധിക്കുക. കല്യാൺ ജ്വല്ലറി 550 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുന്ന ഈ ഷെയർ, ഇത് R2 R3 എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ ഏത് ലെവലിൽ നിന്ന് ഇറങ്ങുന്ന ആ സമയത്ത് നോക്കുക. ബിർള സോഫ്റ്റ് 451 ഈ ലെവല് നോക്കുക. ഇതിനകത്ത് ബൈ റേഞ്ച് നമുക്ക് ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകളാണ് ഇതൊക്കെ. ലോയോ S1 റേഞ്ചിൽ നിന്നൊക്കെ തിരിച്ച് കവർ ആവുകയാണെങ്കിൽ അന്നേരത്തെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ബൈ ചെയ്ത്, ചെറിയ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ആ സമയത്ത് വന്നേക്കുന്ന ലോയുടെ താഴെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എന്തായാലും ഇതിനകത്തൊരു 5-6 ഷെയറെങ്കിലും നമുക്ക് നല്ല ചാൻസ് തരും. അപ്പോൾ ആ ഷെയറുകൾ നോക്കുക. അതിൽ നല്ല ചാൻസ് തരുന്ന ഷെയറിനകത്ത് എൻട്രി ചെയ്യുക. ഓരോരുത്തരുടെ റിസ്കിനനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഈ CPR ചാർട്ട് കാണിക്കുന്നേ ഉള്ളൂ. നാളെ ലൈവ് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയിരുന്ന് ചെയ്താൽ നമുക്ക് നല്ല ചാൻസുകൾ കിട്ടും. അപ്പോൾ ആ ചാൻസ് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.